ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടിവിയിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അനേകം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണ്: ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കുമോ? എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ തള്ളിക്കളയുന്നില്ല? ദൈവം മനുഷ്യനെ തള്ളിക്കളയാത്തതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കാണ്: നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അതായത് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ഈ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ഉള്ളിടത്തോളം കാലം ദൈവത്തിന് നമ്മളെ ഉപേക്ഷിക്കാനേ പറ്റുകയില്ല. ഒരിക്കലും ദൈവത്തിന് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി സംസാരിക്കാനായിട്ട് വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു: ഞാനും രക്ഷപ്പെടുകയില്ല, എൻ്റെ മക്കളും രക്ഷപ്പെടുകയില്ല, എൻ്റെ മക്കളുടെ മക്കളും രക്ഷപ്പെടുകയില്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? എൻ്റെ അപ്പനൊരു മദ്യ കോൺട്രാക്ടറാണ്. മദ്യം കൊടുത്ത് അനേകം കുടുംബങ്ങൾ പെരുവഴിയായി തീർന്നിട്ടുണ്ട്. മാതാപിതാക്കളുടെ തെറ്റിന് 3ഉം 4ഉം തലമുറ വരെയും ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവം എന്നല്ലേ ബൈബിൾ പറയുന്നത്? നിയമാവർത്തന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ അങ്ങനെയല്ലേ വായിക്കുന്നത്? ബ്രദറിന് ഈ വചനം അറിയാൻ പാടില്ലേ? അതുകൊണ്ട് തലമുറയായി ഞങ്ങൾ നശിച്ചു പോവുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വചനം ദൈവം പറയുമ്പോൾ അന്നത്തെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ദൈവം ശിക്ഷിക്കും എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം ശിക്ഷിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല. പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിക്കുകയാണ്. ദൈവം എന്താണ് സംസാരിക്കുന്നത്? ശിക്ഷിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അനുസരിക്കണം എന്നേ ആ വാക്കിനർത്ഥമുള്ളൂ. അനുസരിക്കണം. നശിപ്പിക്കും എന്ന് പറയുമ്പോൾ നശിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, കുഞ്ഞുങ്ങൾ അയൽവക്കത്തെ പറമ്പിൽ പോയി മാങ്ങ പറിക്കുന്നു, പൂച്ചെടി ഒടിക്കുന്നു, അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. നമ്മൾ പിള്ളേരോട് പറയുകയാണ്, ഇനി അയൽവക്കത്തെ പറമ്പിലെങ്ങാനും പോയി അവരുടെ മാങ്ങ പറിച്ചാൽ നിൻ്റെ തല ഞാൻ തല്ലിപ്പൊട്ടിക്കും എന്ന് പിള്ളേരോട് അങ്ങനെയാണ് പറയും. തല തല്ലിപ്പൊട്ടിക്കും, അടിച്ച് കൊല്ലുന്നിനെ ഞാൻ എന്നൊക്കെ ദേഷ്യം വരുമ്പോൾ പറഞ്ഞെന്ന് വരും. അങ്ങനെ പറഞ്ഞ് 3-4 ദിവസം കഴിയുമ്പോൾ അല്ലെ 3-4 ആഴ്ച കഴിയുമ്പം കുട്ടികൾ അതുപോലെ തന്നെ ആ മാവേ കയറുന്നു, മാങ്ങ പറിക്കുന്നു, അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് വന്ന് 3-4 ആഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞ അതേ വാക്ക് അന്വർത്ഥമാക്കുമോ? ഒറ്റയടിക്ക് തലതല്ലി പൊട്ടിക്കുമോ? അല്ലെങ്കിൽ അടിച്ചു കൊല്ലുമോ? എന്തിയെ പറഞ്ഞ വാക്ക് പാലിക്കാത്തത്? എന്തി അവരെ കൊല്ലാത്തത്? എന്തി അവരെ ഉപദ്രവിക്കാത്തത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, അടിച്ചു കൊല്ലുമെന്ന് പറയുമ്പോഴും തലതല്ലി പൊട്ടിക്കും എന്ന് പറയുമ്പോഴും മാതാപിതാക്കന്മാർ ഉള്ളിൽ വിചാരിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: എൻ്റെ മക്കൾ അനുസരിക്കണം, എൻ്റെ മക്കൾ അനുസരിക്കണം. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ശിക്ഷിക്കും എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരാൾ ദൈവത്തെ വേണ്ട എന്ന് വെക്കുന്നു എന്ന് കരുതുക. വേണ്ട എന്ന് വെക്കുന്ന അതേ സമയത്ത് ദൈവീക സംരക്ഷണം അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും. ദൈവീക സംരക്ഷണം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അയാളെ സ്വാധീനിക്കുന്നത് ആരാണ്? സാത്താൻ സ്വാധീനിക്കും. സാത്താൻ ആ വ്യക്തിയിലേക്ക് കടന്നു വരികയും ആ കുടുംബത്തിൽ പല തകർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം ദൈവീക സംരക്ഷണത്തിലല്ല എങ്കിൽ സാത്താനെ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ജോബിൻ്റെ പുസ്തകം 1:10 സാത്താൻ പറയുന്ന വാക്കുണ്ട്: നീ അവനും കുടുംബത്തിനു ചുറ്റും വേലി കെട്ടി സംരക്ഷണം കൊടുത്തിരിക്കുകയല്ലേ. ദൈവത്തോട് സാത്താൻ സംസാരിക്കുന്ന വാക്കാത്. ഭൂമിയിലൂടെ കറങ്ങി നടന്നിട്ട് എൻ്റെ ഭക്തനായ ജോബിനെ കണ്ടോ എന്ന് ദൈവം ചോദിക്കുമ്പോൾ സാത്താൻ പറയുകയാ, നീ അവനും അവൻ്റെ കുടുംബത്തിനു ചുറ്റും വേലി കെട്ടി സംരക്ഷണം കൊടുത്തിരിക്കുകയല്ലേ.
ദൈവഭക്തനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സംരക്ഷണം ദൈവം കൊടുത്തിരിക്കുകയാണ്. ദൈവമാണ് സംരക്ഷിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് സാത്താൻ അറിയാവുന്ന കാര്യമാണ്. അപ്പോഴതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒരാളെയും ഉപേക്ഷിക്കുന്നില്ല, ദൈവം ഒരാളെയും തള്ളിക്കളയുന്നില്ല. ജോബിൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ ദൈവം അനുവദിക്കുന്നുണ്ട്, ദൈവം പരീക്ഷിക്കുന്നുണ്ട്, ജോബിനെ പരീക്ഷിക്കുന്നുണ്ട്. പരീക്ഷിക്കുന്നത് നശിപ്പിക്കാനല്ലല്ലോ. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് പരീക്ഷ ഇടുന്നത് 2-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് പരീക്ഷ എഴുതുന്നത് അവൻ ഉന്നത വിജയം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്, അവൻ്റെ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ ദൈവത്തിന് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു ഉദാഹരണത്തോടെ ഞാൻ പറയാം. എൻ്റെ വീടിൻ്റെ അടുത്ത് അധികം ദൂരത്തല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അവൻ അമ്മയോട് വിവരം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ അവളെങ്ങാനും കല്യാണം കഴിച്ചാൽ ഈ വീട്ടിൽ നിന്നെ കയറ്റിയല്ല. പക്ഷെ അവൻ പോയി കല്യാണം കഴിച്ചു. വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ ഇറക്കി വിട്ടു. അവൻ ഭാര്യയുടെ വീട്ടിൽ പോയി താമസം ആരംഭിച്ചു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു. അങ്ങനെ കൊച്ചു ജനിച്ച് അവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പ്രസവിച്ച് കിടക്കുമ്പോൾ ഈ അമ്മയുടെ അടുത്ത അയൽവക്കംകാർ, ചില ചേടത്തിമാർ ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയി. കുഞ്ഞിനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന അവസരത്തിൽ ഈ ചെറുക്കൻ്റെ അമ്മയോട് പറഞ്ഞു, നിൻ്റെ മകൻ്റെ കൊച്ചിനെ ഞങ്ങൾ കാണാനായിട്ട് പോയി. ഓ, ആ കൊച്ചിൻ്റെ മുഖം നിൻ്റെ മുഖം പോലെ തന്നെ, ആ കൊച്ചിൻ്റെ നെറ്റിയാണ് നിൻ്റെ നെറ്റി പോലെ തന്നെ, നിൻ്റെ താടിയിലൊരു മറുകില്ലേ, അത് ആ കൊച്ചിനുമുണ്ട്, നിന്നെപ്പോലെ തന്നെ, നിൻ്റെ രൂപവും സാദൃശ്യവുമാണ് ആ കൊച്ചിന്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞു, ഓ അങ്ങനെയൊന്നും ആയിരിക്കുകയില്ല, അല്ലേ പോയി നോക്ക്, ഞാനൊന്നും പോവുകയില്ല, അവനെ ഞാൻ ഈ വീട്ടിൽ കയറ്റിയല്ല, അവളെ ഞാൻ ഈ വീട്ടിൽ കയറ്റിയല്ല, അവളുടെ കൊച്ചിനെ എനിക്ക് കാണുകയും വേണ്ട. എന്നാൽ കാണണ്ട എന്ന് പറഞ്ഞ് കൂട്ടുകാരികൾ പോയി കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ മനസ്സിലൊരു ചിന്ത, ഇനി എന്നെപ്പോലെ എങ്ങാനുമാണോ ഇരിക്കുന്നത്, എൻ്റെ രൂപമെങ്ങാനും ആണോ, എൻ്റെ സാദൃശ്യമെങ്ങാനും ആണോ, ഒന്ന് പോയി നോക്കിയാലോ എന്നൊരു ചിന്ത ഉള്ളിലുണ്ടായി. തന്നെ പോകാനൊരു ചമ്മലുണ്ടായിരുന്നത് കൊണ്ട് 2 കൂട്ടുകാരികളെ കൂട്ടി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെയാണ്. ആ കുഞ്ഞിനെ എടുത്ത് തുരുതരാ ഉമ്മ വെച്ചിട്ട് ആ അമ്മ ഇങ്ങനെ പറയുകയാണ്, നീ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നിൻ്റെ വീട്ടിലേക്ക് പോകണ്ട, നീ വീട്ടിലേക്ക് വന്നാൽ മതി. എല്ലാം ആ അമ്മ അങ്ങ് മറക്കുകയാണ്. എല്ലാം മറക്കുന്ന അമ്മ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തൻ്റെ രൂപമാണ്, തൻ്റെ സാദൃശ്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ അമ്മയ്ക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മളെ എങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റുക? എങ്ങനെയാണ് ദൈവത്തിന് നമ്മളെ നശിപ്പിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ദൈവത്തിന് നമ്മളെ ഇല്ലാതാക്കാൻ പറ്റുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പറുദീസായിലാക്കി എന്നല്ലേ ബൈബിൾ പറയുന്നത്? ഏദൻ തോട്ടത്തിൽ പറുദീസ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പേർഷ്യൻ പദമാണ്. പേർഷ്യൻ രാജാക്കന്മാർ സായങ്കാലങ്ങളിൽ നടക്കാനിറങ്ങുമ്പോൾ കൂടെ നടക്കുന്നവർക്ക് രാജാവ് കുടിക്കുന്ന പാനീയത്തിൻ്റെ ബാക്കി കുടിക്കാം, രാജാവ് കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ബാക്കി അവർക്ക് ലഭിക്കുന്നു, രാജാവ് ഇരിക്കുന്നിടത്ത് അവർക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നു. അങ്ങനെ രാജാവിനോടൊപ്പം അവർ സഞ്ചരിക്കുകയാണ്. പറുദീസായിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെയായിരിക്കുക. പറുദീസ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവവും മനുഷ്യനും ബന്ധത്തിലായിരിക്കുന്ന ഇടം എന്നാണ്. അങ്ങനെ ദൈവം മനുഷ്യനെ പറുദീസായിലാക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ തന്നെ നിർത്തി എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ടാണല്ലോ സായങ്കാലങ്ങളിൽ ദൈവം മനുഷ്യനോടൊപ്പം നടക്കാനിറങ്ങി വരുന്നു. അവരൊരുമിച്ച് നടക്കുന്നു, അവരൊന്നിച്ച് സംസാരിക്കുന്നു, അങ്ങനെ ഒന്നിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോകുന്നു. ദൈവം തന്നെ ആഹാരം കൊടുത്തു, ഏത് മരത്തിൻ്റെയും പഴം പറിച്ചു തിന്നാം. ദൈവം തന്നെ സംരക്ഷണം കൊടുത്തു. ഒരു മൃഗവും അവരെ ഉപദ്രവിച്ചില്ലല്ലോ പ്രിയരെ. ഒരു മൃഗവും, ഒരു കൊതുക് പോലും അവരെ കുത്തിയില്ല. ദൈവം തന്നെ സ്നേഹം നൽകുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് വളരാൻ ആവശ്യമായ സ്നേഹവും അംഗീകാരവും സംരക്ഷണവും ഒക്കെ ദൈവമല്ലേ അവർക്ക് കൊടുത്തത്. അങ്ങനെ ദൈവം പരിപാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, മക്കളെ, തോട്ടത്തിന് നടുവിൽ ഒരു വൃക്ഷം നിൽപ്പുണ്ട്, അതിൻ്റെ പഴം പറിക്കാനും തിന്നാനും ഒന്നും പോയേക്കരുത്. അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും, അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. സ്നേഹം തന്നെയായ ദൈവം മനുഷ്യൻ എന്ത് ഭക്ഷിക്കണം, എന്ത് ഭക്ഷിക്കരുത്, നിനക്ക് എന്താണ് ആവശ്യമുള്ളത്, എന്താ നിനക്ക് ആവശ്യമില്ലാത്തത്, അതുപോലും കൂടെ വളരെ വ്യക്തമായി പറഞ്ഞാണ് മനുഷ്യനെ പറുദീസായിലാക്കിയത്. ദൈവത്തിൻ്റെ വാക്കായിരുന്നു അവർ കേൾക്കേണ്ടിയിരുന്നത്.
ദൈവത്തെയായിരുന്നു അവരനുസരിക്കേണ്ടിയിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്ക് വിട്ട് അവർ സാത്താൻ്റെ വാക്ക് കേൾക്കാനായിട്ട് തയ്യാറാവുകയാണ്. സാത്താൻ സംസാരിക്കുകയാണ്, ഈ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും. ഓൾറെഡി അവർ ദൈവത്തെ പോലെ തന്നെയാണ്. നിത്യതയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സാത്താൻ്റെ അസൂയ നിമിത്തമാണ് മരണം ലോകത്തിൽ വന്നതെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അസൂയാലുവായ സാത്താനാണ് മനുഷ്യനെ പറ്റിക്കുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്, വെറുതെ പറുദീസായിലേക്ക് പാമ്പ് കയറി വരുമോ? ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, പറുദീസായിൽ പാമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചതുകൊണ്ടായിരിക്കാം എന്ന്. ദൈവം അനുവദിക്കാതെ എങ്ങനെ ആ പറുദീസായിലേക്ക് ആ പാമ്പിന് കടന്നു വരാനായിട്ട് പറ്റും? ദൈവം ഒരുപക്ഷെ മാറി നിന്ന് നോക്കുന്നുണ്ടായിരിക്കാം. സായങ്കാലങ്ങളിൽ ആദവും ഹവ്വായും ഒക്കെ സ്നേഹത്തോടെ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ദൈവം വിചാരിക്കുന്നു, ഇവർക്ക് എന്നോട് ആഴമായ സ്നേഹമുണ്ട്, ഇവരെന്നെയാണ് അനുസരിക്കുന്നത്, ഇവരെന്നോട് ബന്ധത്തിലാണ് ജീവിക്കുന്നത് എന്ന് ദൈവം വിചാരിക്കുന്നു. പക്ഷേ പാമ്പ് ഒന്ന് സംസാരിച്ചപ്പോൾ ബന്ധം പോയില്ലേ പ്രിയരെ? ബന്ധം അവസാനിച്ചില്ലേ? ഞാൻ മറ്റൊരു സംഭവം ഓർക്കുകയാണ്. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പിതാവ് പാലക്കാട് നിന്ന് വണ്ടി കയറുന്ന 2 പെൺമക്കളെ കാത്തു നിൽക്കുകയാണ്. കോളേജിൽ പഠിക്കാനായിട്ട് വിട്ടതാണ് ആ പെൺകുട്ടികളെ 2 പേരെയും. രാത്രിയിൽ അവിടെ നിന്ന് വണ്ടി കയറിയെന്ന് പറയുന്നു. നേരം വെളുപ്പാകുമ്പോൾ തിരുവനന്തപുരത്ത് വണ്ടിയെത്തും. എന്നാൽ വണ്ടി എത്തിയതല്ലാതെ മക്കളെ കാണാനില്ല. 2 പെൺമക്കളെ കാണാതിരിക്കുമ്പോൾ ഒരപ്പൻ്റെ വേദന എത്രയോ വലുതായിരിക്കും. ഓടി നടക്കുകയാണ്. എൻ്റെ മക്കളെ കണ്ടോ, എൻ്റെ മക്കളെ കണ്ടോ എന്ന് ചോദിച്ച് ആ അപ്പൻ ഓടി നടക്കുന്നു. അങ്ങനെ ഓടി നടന്ന് അവസാനം ഒരു ഫോൺ വരികയാണ്. അച്ഛൻ വിഷമിക്കണ്ട, ഞങ്ങളുടെ കാര്യത്തെ ഓർത്തിന് അല്പം പോലും വിഷമിക്കണ്ട. അതെന്താ കാര്യം? ഞങ്ങളുടെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന 2 പേരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കെട്ടിച്ചയക്കാൻ പണമുണ്ടാക്കുകയോ ഞങ്ങളുടെ ഒരു കാര്യത്തിലും ഇനി അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല. ആ തകർന്നുപോയി. അയാൾ മദ്യപിക്കാതിരുന്ന മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ വന്ന് ധ്യാനം കൂടി മദ്യപാനം നിർത്തിയ മനുഷ്യനാണ്. ആ മനുഷ്യൻ വീണ്ടും മദ്യപിക്കാനായിട്ട് തുടങ്ങി. അയാൾ മദ്യപിച്ച് സമതല തെറ്റിയവനെ പോലെ ആയിത്തീർന്നു. അയാൾ വീണ്ടും ധ്യാനമന്ദിരത്തിലേക്ക് വന്നിരിക്കുകയാണ് ധ്യാനിക്കാനായിട്ട്. അയാൾ വന്നിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? എൻ്റെ മക്കൾ എന്നോട് സംസാരിക്കുമ്പോൾ, അവരെ ഞാൻ യാത്ര അയക്കുമ്പോൾ അവരെനിക്ക് സ്തുതി ചൊല്ലി ഉമ്മ തന്നിട്ടാണ് അവരിറങ്ങിപ്പോകാറുള്ളത്. അവരങ്ങനെ പോകുമ്പോഴെല്ലാം ഞാൻ വിശ്വസിച്ചു അവർക്ക് എന്നോടാണ് സ്നേഹമെന്ന്. വഴിയെ കണ്ട അല്ലെങ്കിൽ കോളേജ് വെച്ച് കണ്ട് പരിചയപ്പെട്ട 2 പേരുടെ സംസാരം അവരുടെ ജീവിതത്തെ മാറ്റിക്കളഞ്ഞില്ലേ? പറുദീസ തുല്യമായിരുന്ന ആ കുടുംബം തകർന്നു പോവുകയാണ്, അങ്ങേയറ്റം തകരുകയാണ്. എന്നിട്ടും ആ അപ്പൻ ഇപ്പോൾ മദ്യപാനം നിർത്താനുള്ള കാരണം എന്താണെന്നറിയാമോ? എൻ്റെ മക്കളെ സാത്താൻ സ്വാധീനിച്ചാണ് ഈ ബന്ധനത്തിലായിപ്പോയത്. ഇനി ഞാൻ മക്കളുടെ കാര്യം ഓർത്ത് മദ്യപിച്ചു തുടങ്ങിയാൽ ഞാനും നശിക്കും. ഞാൻ നശിച്ചു പോയാൽ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലാതായി തീരും എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി. അതുകൊണ്ട് എൻ്റെ ബ്രദറെ, ഞാൻ മദ്യപാനം വേണ്ട എന്ന് വെച്ചു. ഈ ധ്യാനമന്ദിരത്തിലേക്ക് ഞാൻ വന്നത് ഇനി പരിപൂർണമായി മദ്യപാനം നിർത്തി എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്. അയാൾക്കൊരു പ്രതീക്ഷയാണ്, എൻ്റെ മക്കൾ തിരിച്ചു വരും, എന്നേലും എൻ്റെ മക്കൾ തിരിച്ചു വരും. ഏതായാലും ധ്യാനം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് മക്കൾ ഈ അപ്പനെ ഫോൺ വിളിച്ചു. അപ്പച്ചാ, അച്ഛാന്നാണ് വിളിക്കുന്നത്. അച്ഛാ, ഞങ്ങൾക്ക് തെറ്റുപറ്റി അച്ഛാ, ഞങ്ങളോട് പൊറുക്കണം അച്ഛാ, ഞങ്ങൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അവർ ഞങ്ങളെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അച്ഛനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഉള്ളിൽ വല്ലാത്ത സങ്കടമാണ്, ഭാരമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന് മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. ഈ അപ്പന് മനുഷ്യനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. ആ പിള്ളേരെ 2 പേരെയും അവർ തെറ്റ് ചെയ്തു, അപ്പൻ്റെ വാക്ക് ധിക്കരിച്ച് പെരുമാറി, ഒക്കെ ശരിയാണ്. സങ്കടം സഹിക്കവയ്യാതെ മദ്യപിക്കുകയും ചെയ്തു. പക്ഷേ അയാൾക്കൊരു ഉൾവെളിച്ചം കിട്ടുകയാണ്, ഞാനിങ്ങനെ മദ്യപിച്ച് നശിച്ചാൽ, ഞാൻ പാപത്തിലായി തീർന്നാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന്. ചില ആളുകൾ അങ്ങനെയല്ലേ, നിരാശപ്പെട്ട് വിഷമിച്ച് മദ്യപിക്കുകയാണ്. അറിയുന്നില്ലല്ലോ പാവങ്ങൾ മദ്യം സാത്താൻ കൊണ്ട് കൊടുക്കുന്ന വലിയ തന്ത്രമാണ്, ചതിക്കുഴിയാണെന്നുള്ള കാര്യം അറിയുന്നില്ലല്ലോ. എല്ലാ മനുഷ്യരും നല്ലവരാണ്, എല്ലാ മനുഷ്യരും പാവങ്ങളാണ്. സാത്താൻ വളരെ ഭംഗിയായി മനുഷ്യനെ പറ്റിക്കുക, ചതിക്കുക. പറുദീസായിൽ സ്വസ്ഥമായി സമാധാനമായി ജീവിച്ചിരുന്ന
അവരെ സാത്താനല്ലേ പറ്റിച്ചത്? സാത്താനല്ലേ ചതിച്ചത്? സാത്താൻ വഴി അവർക്ക് ആ പറുദീസ നഷ്ടപ്പെടുകയല്ലേ? അവർക്ക് തൽക്കാലത്തേക്ക് അത് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാലും പക്ഷേ അതിനുവേണ്ടി പരിഹാരം ചെയ്യുന്നത് കർത്താവാണ്. മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ചു പോയാലും ദൈവം ഇറങ്ങി വരികയാണ്. ആദം, നീ എവിടെയാണ്? മനുഷ്യ, നീ എവിടെയാണ്? എവിടെയാണ്? അന്വേഷിച്ചിറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അന്വേഷിച്ച് നമ്മുടെ പിന്നാലെ വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മനുഷ്യ, നീ എവിടെയാണ്? ആദം, നീ എവിടെയാണ്? തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ മരത്തിൻ്റെ പഴം നീ തിന്നോ? തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ മരത്തിൻ്റെ പഴം നീ തിന്നോ? എല്ലാം അറിയാവുന്ന ദൈവം എന്തിനാ പ്രിയരെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? ദൈവത്തിനറിയാമല്ലോ അവൾ പഴം പറിച്ചുവെന്നും തിന്നുവെന്നും ഒക്കെ. ദൈവം രക്ഷപ്പെടുത്താനുള്ളൊരു വഴി അന്വേഷിക്കുകയായിരുന്നു. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും തെറ്റുപറ്റിപ്പോയെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് സംഭവിക്കുന്നത് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് തെറ്റുപറ്റിയിട്ട് അത് സമ്മതിക്കാത്തതാണ്. തെറ്റുപറ്റിയെന്ന് സമ്മതിക്കേണ്ടത് ദൈവത്തോടാണ്. എനിക്ക് തെറ്റുപറ്റി എന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാൽ അനുഗ്രഹമായി തീർന്നു. യൂദാസിനെ കർത്താവ് എന്തോരം സ്നേഹിച്ചതാണ്. യൂദാസിനെ തെറ്റുപറ്റിയിട്ട് യൂദാസ് അത് പോയി പറഞ്ഞത് പുരോഹിതന്മാരോടല്ലേ പോയി പറഞ്ഞത്? യഹൂദ പുരോഹിതന്മാരോട്. യേശുവിനെ വഞ്ചിക്കാനും ഒറ്റിക്കൊടുക്കാനും കൂട്ടുനിൽക്കുന്നവരോട് പോയി എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ അവരത് മനസ്സിലാക്കുമോ? അത് ദൈവത്തോട് പറഞ്ഞിരുന്നുവെങ്കിൽ. പത്രോസിന് തെറ്റുപറ്റിയപ്പോൾ പത്രോസ് പുറത്തുപോയി മനം നൊന്ത് കരയുകയാണ്. കരഞ്ഞ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പത്രോസ് നിറഞ്ഞു. യൂദാസ് കെട്ടിഞ്ഞാണ് ചാകുകയാണ്. നിരാശ കൊണ്ട് ഇനി എനിക്ക് രക്ഷയില്ല എന്ന് കരുതി നശിക്കുകയാണ് യൂദാസ്. യൂദാസിനും പൂർണ്ണമായിട്ട് നാശമാണോ യൂദാസിനുണ്ടായതെന്ന് ഇന്നും പല ബൈബിൾ പണ്ഡിതന്മാരും ഒരു പ്രത്യേക രീതിയിലാണ് അതിനെ ഇന്നും മനസ്സിലാക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ നിറവുള്ള ഒരു വ്യക്തിക്ക് യൂദാസിനെ പോലും കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. സഭാപിതാവായ വിശുദ്ധ ഒരിജിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം അവൻ പെട്ടെന്ന് പോയി കെട്ടിഞ്ഞാടി ചാവുകയാണ്. സഭാപിതാവായ ഒരിജൻ പറയുന്നത് ഇങ്ങനെയാണ്: യൂദാസിൻ്റെ തലയ്ക്കകത്തെ ചിന്ത ഇങ്ങനെയായിരുന്നു. ക്രിസ്തുവിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ നിന്ന് യൂദാസ് ഈ രീതി മനസ്സിലാക്കുകയാണ്: ഈശോ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മരിക്കണം. ഈശോ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മരിക്കണം. അങ്ങനെ മരിച്ചാൽ കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും രക്ഷപ്പെടും എന്നൊരു ചിന്തയാണ് യൂദാസിൻ്റെ തലയ്ക്കകത്തുണ്ടായിരുന്നത് എന്ന് സഭാപിതാക്കന്മാർ പറയുന്നു. ചില ആളുകൾ ആ അഭിപ്രായത്തെ അനുകൂലിക്കുന്നുണ്ട്, ചിലർ അനുകൂലിക്കുന്നില്ല. യൂദാസ് നശിച്ചേ തീരണം എന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. ആരും നശിക്കരുത് എന്നല്ലേ ദൈവത്തിൻ്റെ ആഗ്രഹം? ആരും നശിക്കരുത്, എല്ലാവരും രക്ഷപ്പെടണം എന്നല്ലേ ദൈവം ആഗ്രഹിക്കുന്നത്? അതേ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആദിമാതാപിതാക്കൾ വിലക്കപ്പെട്ട കനി പറിച്ചു തിന്ന് പറുദീസ അവർ നഷ്ടമാക്കിയപ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള വഴി ദൈവം തന്നെയല്ലേ കണ്ടെത്തിയത്? ദൈവമല്ലേ മനുഷ്യനായി അവതരിക്കാമെന്ന് തീരുമാനമെടുത്തത്? അവൻ മനുഷ്യനായി അവതരിച്ച് നഷ്ടപ്പെട്ട പറുദീസ തിരിച്ചു തരികയല്ലേ? ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കുരിശിൽ കിടക്കുന്ന കർത്താവിനെ നമ്മൾ കാണുകയാണ്. കുരിശിൽ കിടന്ന് കർത്താവ് പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുരിശിൻ്റെ ഒരു വശത്ത് കിടന്ന കള്ളൻ ഇപ്രകാരം പറഞ്ഞു: കർത്താവെ, അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ ഈ എന്നെ കൂടി ഓർക്കണമേ. ഈ കള്ളനെ കൂടി ഓർക്കണം എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാനൊരു കള്ളനാണ്, ഞാൻ കൊലപാതകിയാണ്, അനേകം പാപം ചെയ്തവനാണ്, എന്നെ കൂടി നീ ഓർക്കണമേ, എന്നെ കൂടി ഓർക്കണമേ. എന്താ കർത്താവ് പറഞ്ഞത്? നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. അതായത് നഷ്ടപ്പെട്ട പറുദീസ ഗാഗുൽത്തായിലെ കുരിശിൽ ഈശോ മനുഷ്യന് തിരിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം, നഷ്ടപ്പെട്ട പറുദീസ ഇത് നമുക്ക് കിട്ടും. ഞാൻ ആദ്യമേ പറഞ്ഞു, പറുദീസ എന്ന് പറയുന്നത് തന്നെ ദൈവവും മനുഷ്യനും ബന്ധത്തിലായിരിക്കുന്ന ഇടമാണ് എന്ന്. അപ്പം ക്രിസ്തുവുമായി ഒരു വ്യക്തി ബന്ധത്തിലേക്ക് വന്നാൽ ആ വ്യക്തിക്ക് ദൈവവുമായി ബന്ധത്തിലേക്ക് വരാൻ എളുപ്പമാണ്. ഈ ലോകത്തിലുള്ള ഏതു വ്യക്തിക്കും ക്രിസ്തുവിനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നത് വഴി ദൈവത്തെ സ്വന്തമാക്കാൻ എളുപ്പമാണ്. ദൈവം ആരാണെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന മനുഷ്യരുണ്ട്, അവർക്ക് ക്രിസ്തു അനുഗ്രഹമാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കൂ, ദൈവത്തെ സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള സകലർക്കും രക്ഷപ്പെടാനായിട്ടുള്ള ഒരവസരമാണ് ക്രിസ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ നീട്ടിയ കരങ്ങൾ അത് ക്രിസ്തുവാണ്. പിതാവായ ദൈവത്തിൻ്റെ നീട്ടിയ കരങ്ങളാ ക്രിസ്തു. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുകയാണ്, നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്: ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും ദൈവത്തിൻ്റെ ഛായയാണുള്ളത്. അതുകൊണ്ട് മതങ്ങൾക്കും ജാതികൾക്കും വർണ്ണങ്ങൾക്കും വർഗങ്ങൾക്കുമൊക്കെ അപ്പുറമായി സ്നേഹിക്കാനായിട്ടുള്ള ഒരു വിളി ദൈവം ഓരോ മനുഷ്യനും നൽകുന്നുണ്ട്. ഓരോ വ്യക്തിക്കും അവിടുന്ന് ആ കൃപ നൽകുന്നുണ്ട്. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഓർക്കുക, ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കും, 11-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ: എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഞാൻ നിന്നെ എങ്ങനെ അദാമായെ പോലെയാക്കും? എങ്ങനെ ഞാൻ നിന്നോട് ഇങ്ങനെ പെരുമാറും? എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു, എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല, എഫ്രായിമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. ദൈവത്തിന് ഉപേക്ഷിക്കാൻ പറ്റുകയില്ലെന്നേ. ദൈവത്തിന് നമ്മളെ തള്ളിക്കളയാൻ പറ്റുകയില്ല. ദൈവത്തിന് നമ്മളെ മാറ്റി നിർത്താൻ പറ്റുകയില്ല. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ തന്നെയല്ലേ പർദീസായിന്ന് പുറത്തു പോയത്? തോട്ടത്തിൽ അവിടുന്ന് ഉലാത്തുന്നതിൻ്റെ ശബ്ദം കേട്ടു. നഗ്നനായതുകൊണ്ട് ഞാൻ ഭയന്നൊളിച്ചതാണ്. അകന്നു പോകുന്ന മനുഷ്യൻ, എന്നിട്ടും പിറകെ ചെല്ലുന്ന ദൈവം. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ഉപേക്ഷിക്കാത്ത ദൈവത്തെ നമുക്ക് സ്വന്തമാക്കാം. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത നമ്മുടെ ദൈവം, ആ ദൈവം സ്നേഹം മാത്രമാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കരുണയുള്ള നല്ല ദൈവമേ, അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ അങ്ങേക്ക് ഞങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, നിൻ്റെ സ്നേഹം അനുഭവിച്ച് വളരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഷാലോം TV-യിലൂടെ ഈ തിരുവചനം ശ്രവിച്ച എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം സകലർക്കും അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ എല്ലാ കൃപകളും എല്ലാവർക്കും അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.